റമളാൻ ശഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിന്റെ മാസം. എല്ലാ രാത്രിയും പകലും അള്ളാഹ് പുറത്തേരും. പൊറുക്കാനായിട്ട് റമളാനിൽ ഒരാൾ തൗബയൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ, എന്നാലും മഗ്ഫിറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വലിയ തെറ്റ് പൊറുക്കണമെങ്കിൽ തൗബയും വേണ്ടി വരും. തെറ്റ് വേഗത്തിൽ പൊറുക്കാൻ പറ്റിയ 15 അമലുകൾ ഞാൻ പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഒന്നാമത്തത്, തെറ്റുകൾ പുറത്തു കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട 15 അമലുകളെ കുറിച്ചാണ് പറയണത്. 1, ഇസ്ബാഉൽ വുളൂ, അവയവങ്ങളെല്ലാം നീട്ടിക്കഴുകുക. എപ്പോ? വുളൂഇന്റെ നേരത്ത്. എന്തായാലും നമ്മൾ വുളൂ എടുക്കാറുണ്ട്. ആ വുളൂ ചെയ്യുന്നത് മുഖം, കൈ, കാല്, ഇതാണ് നീട്ടിക്കഴുകേണ്ട അവയവങ്ങൾ. ബാക്കി ഒന്ന് തല തടവേണ്ടതാണ്, ചെവി പിന്നെ തടവാനുള്ളതാണ്. മുങ്കൈ പിന്നെ നീട്ടിക്കഴുകിയാൽ പിന്നെ മുങ്കൈ കഴുകൽ എന്ന് പറയൂലല്ല, മുങ്കൈ കഴുകിയാൽ മതി, അത്ര തന്നെ. മുഖം, 2 കൈയും കാലും നീട്ടിക്കഴുകുക. എങ്കിൽ അയാളുടെ ദോഷങ്ങളെല്ലാം പുറത്തു കിട്ടും, ഹറാമുകൾ മുഴുവനും പുറത്തു കിട്ടും. വുളൂഇന്റെ പ്രത്യേകത തന്നെ എന്താന്ന് വെച്ചാൽ, ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ അതത് അവയവങ്ങളുടെ ഹറാമുകൾ പൊറുക്കുന്നതാണ്. കൈ കഴുകുമ്പോൾ കൈയുടെ ദോഷങ്ങൾ പൊറുക്കും, കാല് കഴുകുമ്പോൾ കാലുകൊണ്ടുള്ള ദോഷം പൊറുക്കും, തല തടവുമ്പോൾ തലയുടെ ദോഷം പൊറുക്കും. തലയുടെ ദോഷം അതേതാ ദോഷം? തലക്ക് മാത്രമായിട്ടൊരു ദോഷമുണ്ടോ? ഉണ്ടാവുമല്ലോ, ആൾക്കാരെ തലനെ കൊണ്ട് കളിയാക്കിയവരുണ്ടാവല്ലോ. ഓ വല്ല കളി അതുണ്ടാവല്ലോ, ഓർക്കണ്ടേ. കിബറോടുകൂടി തലി കെട്ടിയതും പൊറുക്കേണ്ടത് അങ്ങനെയാണെന്ന് സുയൂത്തി ഇമാം നസായിക്ക് ശർഹ് എഴുതിയപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവും, ചില ആളുടെ തലി കെട്ടിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, ഹൊയല ആയിട്ട്. അത് പൊറുക്കണ്ടേ? അത് പൊറുക്കണം. അപ്പൊ അവയവങ്ങൾ നീട്ടിക്കഴുകിയിട്ടുള്ള വുളൂ, അങ്ങനെ വുളൂ എടുത്താൽ അനഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ അവരെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് കാത്തിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് എങ്ങനെയാ മറ്റു നബിമാരുടെ ഉമ്മത്തിൽ നിന്ന് തങ്ങളെ ഉമ്മത്തിന് വേറെ തന്നെ മനസ്സിലാവുക നബിയേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, എൻ്റെ ഉമ്മത്ത് വുളൂ എടുക്കുമ്പോൾ അവയവങ്ങളൊക്കെ നീട്ടി കഴുകിയിട്ടുണ്ടാവും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തോള് വരെ നീട്ടി കഴുകും അത്രേ കൈ കഴുകുമ്പോൾ. അനഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ ഹൗലുൽ കൗസറിന്റെ അടുത്ത് അവരെ കാത്തിരിക്കും. നമുക്കവിടെ എത്തണ്ടേ? തങ്ങളുടെ അടുത്ത് എത്തണം. അതിന് വുളൂഇന്റെ അവയവങ്ങളെല്ലാം നീട്ടിക്കഴുകണം. ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടുന്ന 5 വിഭാഗമുണ്ട്. 1, തെറ്റിനെ നിസ്സാരമാക്കുന്നവർ. അതൊന്നും പ്രശ്നമല്ല, അതെല്ലാം നോക്കിയാൽ നടക്കും, കോളേജെല്ലാം ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവൂലേ, കല്യാണല്ലേ, കുറച്ചൊക്കെ കണ്ടിട്ടില്ലാന്ന് നടിക്കണ്ടേ. 2, തെറ്റിനെ പരസ്യമാക്കുന്നവർ. ഹറാമ് ചെയ്യുക എന്നിട്ട് സ്റ്റാറ്റസ് ഇടുക, ഹറാമ് ചെയ്യുക എന്നിട്ട് വീഡിയോ ഇടുക, എന്നിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. 3, സ്ഥിരം തെറ്റ് ചെയ്യുന്നവർ. എല്ലാ രാത്രിയും ലാസ്റ്റ് സീൻ ടുഡേ 12:54. 4, മുർത്തദ്, എക്സ് മുസ്ലിം. 5, ബിദ്അത്തുകാർ. ഈ 5 എണ്ണത്തിന് ആട്ടി ഓടിക്കും. റസൂലുള്ള ഭാവം ഹൗലുൽ കൗസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. തങ്ങളോട് വേണ്ട നബിയെ കൊടുക്കണ്ടെന്ന്. തങ്ങൾക്ക് ശേഷം അവർ ചെയ്ത വൃത്തികേട് തങ്ങൾക്ക് അറിയായിട്ടാണ് അങ്ങനെ പറയാത്ത. ഒരു സംശയം ഉണ്ടാവും അവിടെ. തുറന്നു അലയ്യ അമാലു ഉമ്മത്തി എന്നല്ല, എൻ്റെ ഉമ്മത്തിന്റെ എല്ലാം ഞാൻ കാണൂന്നല്ലേ. ഈ ഫാസിഖീങ്ങളുടെ തെറ്റൊന്നും തങ്ങളാകുന്ന ഷറഫാക്കപ്പെട്ട കണ്ണിന് കാണിച്ചു കൊടുത്തിട്ട് തങ്ങൾക്ക് വിഷമാക്കൂല. അതതിൻ്റെ തഹ്ഖീഖ്. അബ്ദുല്ലാഹി സിറാജി ഞങ്ങളുടെ സൂറത്തുൽ കൗസറിന്റെ വ്യാഖ്യാനത്തിൽ അത് കാണാം. അപ്പൊ അങ്ങനെ തഹ്ഖീഖ് വിശദീകരിക്കേണ്ട ഒരു ക്ലാസ് അല്ലല്ലോ. അപ്പൊ വുളൂഇന്റെ അവയവങ്ങൾക്ക് നീട്ടിക്കഴുകി വുളൂ കൊടുക്കണം. ഈ വയലിനെ കുറിച്ചിട്ട് കമന്റ് അല്ല ഇപ്പം വേണ്ടത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെയാണ്. നല്ല വയലോട്ടാ മൂപ്പരെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പലപ്പോഴും ക്ലിപ്പ് കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ദുനിയാവിലും അതിനെ കൊണ്ട് ഉപകാരമില്ല, ആഖിറത്തിലും ഇല്ല. പിന്നെന്താ തിരിച്ചു ചിന്തിക്കുക, വുളൂഇന്റെ അവയവങ്ങളൊക്കെ നീട്ടി കഴുകുക. എന്തായാലും ഒരു ദിവസം 4-5-6 വുളൂ എന്തായാലും എടുക്കണില്ലേ? ഉണ്ട്. അതൊക്കെ ഒന്ന് അവയവങ്ങളൊക്കെ നീട്ടി കഴുകി, മുഖമൊക്കെ ഒന്ന് വൃത്തിയിൽ കഴുകി, കഴുത്തിൻ്റെ 2 സൈഡെല്ലാം കഴുകി, ഒന്ന് ഉരച്ച് കഴുകി, അങ്ങനെ ഒന്ന് ചെയ്തൂടെ? എന്തായാലും ഒന്ന് കൊടുക്കണ്ടല്ലോ. അങ്ങനെ തീരുമാനിക്കണം. 2ാമത് നമ്മൾ ദോഷം മുറുക്കാൻ പറ്റിയ അമല്, നിസ്കാരം കഴിഞ്ഞ സ്ഥലത്ത് അതേപോലെ ഇരിക്കുക. ലോകത്ത് ഒരധ്വാനം ഇല്ലാതെ ദോഷം മുറുക്കാൻ പറ്റുന്ന അമലാണ് അതെന്ന് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു ബത്വാൽ തങ്ങൾ പറയുന്നുണ്ട്. അതിനേക്കാൾ എളുപ്പമായി തെറ്റ് പൊറുക്കാൻ പറ്റിയ ഒരു കാര്യം ലോകത്തില്ല. നിസ്കരിച്ച സ്ഥലത്ത് അങ്ങനെ തന്നെ ഇരിക്കുക.
പള്ളിയോട് വലിയ സ്നേഹമുള്ള മനുഷ്യന്മാരാണ് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എണീറ്റിട്ട് പള്ളീൻ്റെ സൈഡിലുള്ള ചുമരിനേക്ക് ചാരിയിരിക്കുന്നത്. കാരണം പള്ളി എടുത്തിട്ട് വർഷങ്ങളായി, ഇതെങ്ങാനും പൊട്ടി വീണാലോ എന്ന് ചിന്തിച്ച് ആ പള്ളിയോടുള്ള സ്നേഹം കീപ്പ് ചെയ്യുന്ന മനുഷ്യന്മാരെ ഞാനൊന്നും പറയണില്ല. അത് മനസ്സിലായി ഞാൻ പറഞ്ഞെന്താന്ന്? നാട്ടുകാർക്ക് മനസ്സിലാവും ആ ഭാഷല്ലോ. യെസ്. നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഇബിലീസ് മെസ്സേജ് അയക്കും, അല്ലടാ നീ ഇങ്ങനെ ഇരിക്കാൻ പറ്റും, പോണ്ടേ. അത് നടക്കൂല എന്ന് കാണുമ്പോഴാണ് നടുവേന കാലുവേന എന്നാൽ വെറുതെ തോന്നും. നിസ്കരിച്ച സ്ഥലത്തിരിക്കുക, ഒരു അധ്വാനം ഇല്ലാണ്ട്. അവിടെ ചെല്ലിയാലുള്ള കൂലി വേറെ ഉണ്ട്. നിസ്കരിച്ച സ്ഥലത്ത് അതേപടി ഇരുന്നാൽ മാദാമ ഫീ മുസല്ലാഹു, ആ നിസ്കരിച്ച സ്ഥലത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ മലക്കൾ അല്ലാഹു മഗ്ഫിർ ലഹു, ഇയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ പുറത്തു കൊടുക്കണേന്ന് ദ്വാരക്കുന്ന ആരാ? മലക്കൾ. ആരോടാ ദ്വാരക്കുന്നത്? അള്ളഹാനോട്. മലക്കളോട് ആ പണി ചെയ്യണം എന്നാരാ പറഞ്ഞത്? അള്ളാഹ് തന്നെ. എന്നിട്ട് അള്ളാഹ് ദോഷം പുറത്തു കൊടുക്കാണ്ടിരിക്കോ? ഇല്ല. കാരണം എന്തേ? വദുആഉൽ മലായികതി മർജൂഉൻ ലിൽ ഇജാബ ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതദ ഫതുൽ ബരി. അള്ളാഹ് ഏൽപ്പിച്ചല്ലേ, അള്ളാഹുടെ ദുആ സ്വീകരിക്കൂലേ? അള്ളാഹല്ലേ അവരെ ഏൽപ്പിക്കണത്. അപ്പൊ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക. ചായക്ക് വെള്ളം വെക്കുക ഗ്യാസ് അടുപ്പിൽ, വേഗം പോയിട്ട് നിസ്കരിക്കുക, ഒറ്റയടിക്ക് തിരിച്ചു വന്നിട്ട് ചായ ബാക്കി ചായപ്പൊടി ഇടുക. ഈ സംസ്കാരമൊക്കെ നിർത്തിയിട്ട് ഒന്നടി ഇരുന്നിട്ട് ചൊല്ലുക. താത്തമാരോടാ പറയണത്, ഉമ്മമാരോടാ പറയണത്. അവിടെ ഇരുന്നിട്ട് ചൊല്ലുക. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഫോണ് നോക്കും. എന്തേ? സ്വീകരിച്ചു എന്നുള്ള OTP വന്ന് കുറേ സമയമല്ലോ കാത്തുക്കുന്നു. OTP നോക്കല. നിസ്കരിച്ച സ്ഥലത്ത് അവിടെ ഇരിക്കുക, ഒരധ്വാനം ഇല്ലാണ്ട് ദോഷം പുറക്കും. മൂന്നാമത്തെ അമല് ഇൻതിലാറുൽ ജമാഅത്ത് നിസ്കാരം കാത്തിരിക്കുക. ഉദാഹരണത്തിന് കുറച്ച് നേരത്തെ പള്ളിയിൽ പോയിട്ട് അവിടെ ഉള്ളെടുത്ത് തഹിയ്യത്തെല്ലാം നിസ്കരിച്ച് അവിടെ കാത്തിരിക്കുക. തഹിയ്യത്ത് നമ്മൾ പള്ളിയിൽ നിസ്കരിച്ചാൽ ആ പള്ളി നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ആ പള്ളി അള്ളാഹിൻ്റെ അടുത്ത് സാക്ഷി വെക്കും. യൗമ ഇതിൻ തുഹദ്ദിസു അഖ്ബാറഹ, ആ പള്ളി പറയും തഹിയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഈയിടെ ഒരാളെ പറ്റി കേട്ടു, അയാൾ എനിക്ക് പരിചയമുണ്ട്. അയാൾ നേരിട്ട് പറഞ്ഞല്ല, അയാൾ ഏത് പള്ളി കണ്ടാലും വുളു എടുത്തിട്ട് തഹിയ്യത്ത് നിസ്കരിക്കും. ളുഹറിൻ്റെ സമയമൊന്നുമല്ല, അസറിൻ്റെ സമയമൊന്നുമല്ല, അതിൻ്റെ സമയമൊന്നുമല്ല. വുളു എടുക്കും, തഹിയ്യത്ത് നിസ്കരിക്കും. എന്താ അതിൻ്റെ കാരണം? മൂപ്പര് ഉത്തരേന്ത്യയിൽ ഒരു സിയാറത്തിന് പോയപ്പോൾ ഒരു ഉറുദു ആല ഓടി വന്നിട്ട് ബാങ്ക് കൊടുത്തോട്ടെ എന്ന് അവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചു. കൊടുത്തു, പെർമിഷൻ കൊടുത്തു, ബാങ്ക് കൊടുത്തു. മൂപ്പരോട് ഇയാൾ ചോദിച്ചു, ഇത്രങ്ങൾ എന്താ ബാങ്ക് കൊടുക്കാൻ കാരണം? അത് ഈ ബാങ്ക് കൊടുത്താൽ ബാങ്ക് കേട്ട കല്ലും മരങ്ങളും ബാങ്ക് കൊടുത്താക്ക് വേണ്ടി സ്വർഗം കിട്ടാൻ സാക്ഷിക്കുന്നാണല്ലോ. വലാ മദറുൻ വലാ ഹജറുൻ. അതെ, അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ കുറേ തവണ കൊടുത്തു. അതുകൊണ്ട് പരമാവധി പള്ളിയിൽ നിസ്കാരത്തിൻ്റെ സമയത്ത് പോയിട്ട് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇയാൾ മൂപ്പരോട് ചോദിച്ചു, അങ്ങനെ കുറേ ആയ ഈ പരിപാടി തുടങ്ങിയിട്ട്? എല്ലാം കുറച്ചേ ആയിട്ടുള്ളൂ. എത്ര പള്ളിയിൽ വാങ്ങിക്കൊടുത്തു? 3000 പള്ളിയിൽ വാങ്ങിക്കൊടുത്തു. എത്ര? 3000 പള്ളിയിൽ വാങ്ങിക്കൊടുത്തു. ഇത് കേട്ടതിന് ശേഷം മൂപ്പര് പറയാ, ഞാനിപ്പം നമ്മളെ കേരളീയ സാഹചര്യത്തിൽ ഒരു ഉസ്താദൊന്നും അല്ലാത്തതുകൊണ്ട്, ഒരു സാധാരണക്കാരനായതുകൊണ്ട് എല്ലായ്പ്പോഴും ബാങ്ക് കൊടുക്കാൻ വേറെ ഉസ്താദുമാർ ഔദ്യോഗിക ചുമതല ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു അധ്യാപകനായി എനിക്ക് ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് നമുക്കും ഇതേപോലെ സാക്ഷിക്കാൻ ഒരു പള്ളി ആവട്ടെ എന്ന് കരുതി കണ്ട പള്ളിയിലെല്ലാം ഒന്നുകൊടുത്തിട്ട് വേഗം കയറി തഹിയ്യത്ത് നിസ്കരിക്കല പരിപാടി. അപ്പോൾ മൂപ്പരോട് വെച്ച് കുറേ ആയ ആ സിയാറത്ത് കഴിഞ്ഞിട്ട് ഈ അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾ ഈ തഹിയ്യത്ത് തുടങ്ങിയിട്ട്? ഇല്ല, ഇപ്പം അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര പള്ളിയായി തഹിയ്യത്ത് നിസ്കരിച്ച്? അല്ല, അതിന് മാത്രം എണ്ണാനൊന്നായിട്ടില്ല, കുറച്ചായില്ലോ. എന്നാലും 800 പള്ളി കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അള്ളാഹിൻ്റെ അടുത്ത് പോകുമ്പോൾ പറയാൻ? എന്തെങ്കിലും ഉണ്ടോ? വേണ്ടേ? നമുക്ക് വേണ്ടേ? ഇൻതിലാറുൽ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ ഇങ്ങനെ കാത്തുക്ക. ഇബ്ലീസ് വിടൂല കേട്ടോ, വിടൂല. അതിനാണ് ഇബ്ലീസിൻ്റെ ചതിയെ നമ്മൾ ആദ്യം പഠിച്ചത്. വിടൂല. നമ്മൾ അവിടെ ഇങ്ങനെ കാത്തുക്ക. ദോഷങ്ങൾ ഇങ്ങനെ, ദോഷം പൊറുക്കുന്ന ഹറാമ് പൊറുക്കുന്ന പറയുന്നു. നമ്മുടെ ഹറാമുകൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, അവിടെ ജമാഅത്തിന് കാത്തുന്നാൽ മതി. അതിനെക്കുറിച്ച് മാത്രം ഇബ്നു റജബുൽ ഹംബലി തങ്ങൾക്ക് അതിമനോഹരമായ ഒരു കിതാബ് തന്നെ ഉണ്ട്. 4